തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് ആശ്വാസമേകി ഹൈക്കോടതിയുടെ നിർണായക നിരീക്ഷണം. തന്റെ ശിക്ഷാ നടപടി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം സമർപ്പിച്ച അപ്പീലിലാണ് കോടതിയുടെ പരാമർശങ്ങൾ. ആന്റണി രാജുവിനെതിരെ ക്രിമിനൽ കുറ്റം തെളിയിക്കുന്നത് പ്രയാസകരമാണെന്ന് ഹൈക്കോടതി പ്രാഥമികമായി വിലയിരുത്തി. ഒരു ജൂനിയർ അഭിഭാഷകൻ പ്രതിക്ക് സഹായം ചെയ്തു എന്ന് മാത്രം കൊണ്ട് അദ്ദേഹത്തെ കുറ്റക്കാരനായി കണക്കാക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഈ കേസിൽ ജൂനിയർ അഭിഭാഷകനായ ആന്റണി രാജുവും പ്രതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തതയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഇത് കേസിന്റെ ഗൗരവത്തെ ചോദ്യം ചെയ്യുന്ന പരാമർശമാണ്. കൂടാതെ താൻ പ്രവർത്തിച്ചിരുന്ന ഓഫീസിലെ സീനിയർ അഭിഭാഷകൻ അറിയാതെയാണോ ആന്റണി രാജു പ്രതിയെ സഹായിച്ചതെന്ന ചോദ്യവും ഹൈക്കോടതി ഉന്നയിച്ചു. അപ്പീൽ പരിഗണനയിലിരിക്കെ ഈ പരാമർശങ്ങൾ ആന്റണി രാജുവിന് വലിയ പ്രതീക്ഷ നൽകുന്നു. തിരുവനന്തപുരം സെഷൻസ് കോടതി പുറപ്പെടുവിച്ച ശിക്ഷാവിധി മരവിപ്പിക്കാനാണ് ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചത്. വിധി മരവിപ്പിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം തിരിച്ചു കിട്ടുകയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അയോഗ്യത നീങ്ങുകയും ചെയ്യും. രാഷ്ട്രീയപരമായി ഈ നീക്കം വളരെ നിർണായകമാണ്. ശിക്ഷാവിധി മരവിപ്പിക്കപ്പെട്ടാൽ ആന്റണി രാജുവിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാൻ CPIM നേതൃത്വം ഇതിനകം തീരുമാനിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ആന്റണി രാജുവിന് മാത്രമാണ് നിലവിൽ വിജയസാധ്യതയുള്ളതെന്ന വിലയിരുത്തലിലാണ് CPIM ഈ തീരുമാനം കൈക്കൊണ്ടത്. പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ജയിപ്പിച്ചെടുക്കുക എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. ആന്റണി രാജുവിനെതിരായ രാഷ്ട്രീയ പ്രചാരണങ്ങളെ ഒറ്റക്കെട്ടായി നേരിടാൻ LDF മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. വിധി അനുകൂലമായാൽ മത്സരിക്കാമെന്ന് പാർട്ടി അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ജൂനിയർ അഭിഭാഷകനായിരുന്ന കാലത്ത് മയക്കുമരുന്ന് കേസിൽ വിദേശ പൗരനെ രക്ഷിക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്നതായിരുന്നു ആന്റണി രാജുവിനെതിരായ കേസ്. ഇക്കഴിഞ്ഞ ജനുവരി 3-നാണ് 3 വർഷം തടവും 10,000 രൂപ പിഴയും അദ്ദേഹത്തിന് ശിക്ഷയായി ലഭിച്ചത്. അന്നത്തെ സെഷൻസ് കോടതിയുടെ വിധി വളരെ രൂക്ഷമായിരുന്നു. തന്നെ കക്ഷിയെ രക്ഷിക്കാൻ പ്രതി ബോധപൂർവം കൃത്രിമം കാട്ടിയെന്നാണ് കോടതി അന്ന് കണ്ടെത്തിയത്. നീതിയുടെ ഗതിയെ തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നതെന്ന് കോടതി വിധിയിൽ വ്യക്തമാക്കിയിരുന്നു. ജുഡീഷ്യറിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ടവർ തന്നെ നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നത് അന്ന് വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ നിരീക്ഷണം ഈ വിധിക്ക് മുകളിൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നു. നിയമത്തിന്റെ മുന്നിൽ തെളിവുകൾക്ക് അപ്പുറം കുറ്റകൃത്യത്തിന്റെ ഉദ്ദേശം കൂടി പരിഗണിക്കപ്പെടുമ്പോൾ മാത്രമേ നീതി പൂർണ്ണമാകൂ എന്ന വാദമാണ് ഇപ്പോൾ ഉയരുന്നത്. ഹൈക്കോടതിയുടെ അന്തിമ വിധി പ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. ഈ കേസ് നിയമപരമായും രാഷ്ട്രീയപരമായും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും. ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവി ഹൈക്കോടതിയുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. കോടതിയുടെ കണ്ടെത്തലുകൾ വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ വാദങ്ങൾക്ക് വഴിയൊരുക്കും. നീതിപൂർവമായ ഒരു വിധി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആന്റണി രാജുവും പാർട്ടി നേതൃത്വവും. ഈ കേസിന്റെ ഓരോ ഘട്ടവും നിയമവിദഗ്ധരും ജനങ്ങളും ഏറെ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്. കോടതിയുടെ അന്തിമ തീരുമാനം എന്തു തന്നെയായിരുന്നാലും അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നിയമ നടപടികളിലെ സങ്കീർണതകൾ വെളിവാക്കുന്ന ഒന്നാണ് ഈ കേസ്. ഏതായാലും ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം കേസിൽ പുതിയൊരു വഴിത്തിരിവ് സൃഷ്ടിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഉണ്ടാകുന്ന ഇത്തരം നിയമ പോരാട്ടങ്ങൾ രാഷ്ട്രീയ മണ്ഡലങ്ങളെ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. ഇതിന്റെ ഫലം രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിച്ചേക്കാം. കോടതിയുടെ അന്തിമ വിധിയിലൂടെ മാത്രമേ ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച ആശങ്കകൾക്ക് പരിഹാരമാകൂ. അതുവരെ ഈ കേസ് രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി തുടരും.